സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്ന് നമ്മുടെ കോൺഗ്രസിൻ്റെ ഭാരവാഹികളുടെ പട്ടികകളൊക്കെ പുറത്തുവിട്ടു. അത് കേട്ട് കഴിഞ്ഞാൽ സാധാരണക്കാരന് ചിരി വരും. 59 ജനറൽ സെക്രട്ടറിമാർ, 13 വൈസ് പ്രസിഡന്റുമാർ. ഈ 59 ജനറൽ സെക്രട്ടറിമാർ ഇവരൊക്കെ എന്തുവാ ചെയ്യുന്നതെന്ന് തന്നെ അറിയത്തില്ല. ഏതെങ്കിലും ഒരു പഞ്ചായത്തിലോ ഒരു വാർഡിലോ പോയി ഇവരെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇവർ കോൺഗ്രസ്സിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു എന്നിട്ടാണ് ഇവരെ ആക്കിയത് എന്ന് പോലും അറിയാതെയാണ് ഇവരെയൊക്കെ ആക്കിയിരിക്കുന്നത്. അപ്പോൾ എന്നിട്ടും നമ്മുടെ പ്രസിഡൻ്റ് പറഞ്ഞിരിക്കുന്നത് ഇനിയും പട്ടിക വരാനിരിക്കുന്നേ ഉള്ളൂ, സെക്രട്ടറിമാരിനി കിടക്കുന്നേ ഉള്ളൂ. അതുകൂടെ ആകുമ്പോഴത്തേന് ഏതാണ്ട് ഒരു മണ്ഡലത്തിൽ ജയിക്കാനുള്ള ഭാരവാഹികൾ തന്നെ മിക്കവാറും കാണും. ഇവർക്കൊക്കെ എന്തോ പറ്റിയതെന്നറിയത്തില്ല. ഈ ഡൽഹിയിലിരുന്നുള്ള ഈ നേതൃത്വത്തിൻ്റെ ഈ ചരടുവലിയും ഈ കളികളും കേരളത്തിലെ ജനങ്ങൾക്കൊട്ടും താല്പര്യമില്ല, അവരിഷ്ടപ്പെടുന്നുമില്ല എന്ന് എന്നെപ്പോലെ ഒരു സാധാരണ ഒരു കാരന് മനസ്സിലാവും. ഇവരെന്തോ ഉദ്ദേശിച്ച ഈ പടിക്കെ കൊണ്ടുവന്ന് ഈ കല ഉടയ്ക്കുക എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ഈ പടിക്കെ കൊണ്ടുവന്ന് കല ഉടയ്ക്കാനായിട്ടാണ് ഇപ്പം ഇങ്ങനെയൊക്കെയുള്ളൊരു തട്ടിക്കൂട്ട് ഭാരവാഹിത്വമൊക്കെ ഉണ്ടാക്കിയത്. ഇതൊന്നുമില്ല, ഈ നടന്ന പോലെ നടന്നതിന് ഒരു കുഴപ്പമില്ലായിരുന്നു. ഇതൊരുത്തന് കൊടുക്കുമ്പോഴാണ് മറ്റവൻ ഈ കുഴപ്പമുണ്ടാക്കുന്നത്. ഇവരെ കൊണ്ടൊന്നും കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ഗുണവുമില്ല. ആ ഗുണമുള്ളവരെയൊക്കെ മാറ്റി നിർത്തുകയും ചെയ്തു. 59 ജനറൽ സെക്രട്ടറിമാരെ കൊണ്ട് എന്തോ ചെയ്യാനും, 13 വൈസ് പ്രസിഡന്റുമാർ, ഇവരൊക്കെ എന്തോ ആരെങ്കിലും ഒരു 3-4 പേര് തന്നെ കൈകാര്യം ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അവർ പോയിട്ട് അവിടുത്തെ പ്രാദേശിക നേതാക്കന്മാരുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ പഞ്ചായത്തിലും ഓരോ വാർഡിലുമൊക്കെ ആൾക്കാരെ സംഘടിപ്പിക്കേണ്ടടുത്താണ് ഇവർ ഈ ചില്ലുകൊട്ടാരത്തിലിരുന്ന് ഇവർക്ക് കമ്മിറ്റി കൂടുമ്പോഴോ അല്ലെങ്കിൽ യോഗം കൂടുമ്പോഴോ ഇവർക്കൊക്കെ പങ്കെടുക്കാം. അതിൽ കൂടുതൽ ഇവർക്കൊരു കാര്യവും കോൺഗ്രസിന് വേണ്ടിയിട്ട് ഇവർ ചെയ്യത്തില്ല. അപ്പോൾ സാധാരണ കോൺഗ്രസ്സുകാർക്ക് ഇതൊക്കെ കാണുമ്പോൾ ആകെപ്പാടെ കോൺഗ്രസിനോട്ട് അമർഷമായിപ്പോൾ തോന്നും. ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ലായിരുന്നു. നേരെ ചൊവ്വേ നടന്നുകൊണ്ടിരുന്ന കാര്യമാണ്. എല്ലാം കൂടെ കൊണ്ട് ലാസ്റ്റ് മൂമെൻറ്റിൽ അലം ബാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.